ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ പച്ചപ്പ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? വളരെയധികം ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇത് മൈക്രോ ഗ്രീൻസ് ആണ്. ഞാൻ ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മൈക്രോ ഗ്രീൻസ് ആണ്. ഇതുപോലെ എല്ലാ തരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് മൈക്രോ ഗ്രെയിൻസ് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 7 ഡേയ്സ് മാത്രം പ്രായമുള്ള മൈക്രോ ഗ്രെയിൻസ് ആണ്. ഇതിൻ്റെ വേരൊക്കെ കാണാൻ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പ്രത്യേകിച്ചൊരു കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു 3 നേരമോ 2 നേരമോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ട കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കാൻ തോന്നുന്നത് ആ സമയത്ത് പോയിട്ട് കട്ട് ചെയ്തെടുത്തൊന്ന് നമുക്ക് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറുപയറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിതുപോലെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് മുതിരയാണ് കേട്ടോ. മുതിര വളരെ പെട്ടെന്ന് ആയി കിട്ടും. ചെറുപയറും വളരെ പെട്ടെന്ന്, ഇതിപ്പോൾ ഏകദേശം ഒരു 7 ഡേയ്സേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ചുമന്ന പയറും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നോക്കി എത്ര ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എന്നും കുട്ടികളുടെ ഡയറ്റിലൊക്കെ നമ്മളിത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളൊരു മുട്ടയിലിട്ട് ചിക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസിലി മനസ്സിലാക്കാനും കൂടി പറ്റില്ല കേട്ടോ ഇത് ചീരയാണെന്നുള്ള കാര്യം. മോൻ്റെ ഡയറ്റിൽ എന്നും ഞാൻ ഉൾപ്പെടുത്താറുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചുമന്ന പയർ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്കിതിൻ്റെ വേര് കാണുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം. എന്ത് നന്നായിട്ടാണ് ആ വേരുകളായൊരു ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ പടർന്ന് പിടിച്ചിരിക്കുന്നത് അല്ലേ, കാണാൻ തന്നെ എന്താ ഭംഗി. അപ്പോൾ ഇതുപോലെ എല്ലാ പയറുവർഗ്ഗങ്ങളും നമുക്ക് ഇതുപോലെ മൈക്രോ ഗ്രെയിൻസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെറുപയറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊരു തരിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ അവർ നൈസായിട്ട് അത് കഴിച്ചോളൂ കേട്ടോ. അപ്പം ധാരാളം ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ സിങ്ക്, ഇതൊക്കെ നമ്മുടെ മൈക്രോ ഗ്രെയിൻസിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാൽക്കണിയിലോ ഇൻഡോറായിട്ട് നമുക്ക് എവിടെ വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. കൊളസ്ട്രോൾ ലെവലൊക്കെ ബാലൻസ്ഡ് ആക്കാനും അതുപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്കിതുപോലെ തോരൻ ഉണ്ടാക്കണ്ട, സാലഡാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സാലഡായിട്ടോ ഇതുപോലെ ഉപ്പേരിയായിട്ടോ മുട്ടയിട്ട് ചിക്കിയോ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ അമിത വണ്ണമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ മീലിൽ 1 ടൈം മീലായിട്ട് ഒരു മുട്ടയൊക്കെ ഇട്ട് ചിക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. കാരണം കാലറി വളരെ കുറവാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ എന്നും എപ്പോഴും ഉണ്ടാക്കാറുള്ള പോലത്തെ ഒരു ചെറിയൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കടുക് പൊട്ടിക്കുക. അതുപോലെ തന്നെ ഞാൻ സബോളയാണ് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മൈക്രോ ഗ്രെയിൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 4 to 5 മിനിറ്റ്സ് ടോട്ടൽ കുക്കിംഗ് ടൈം കേട്ടോ. അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൈക്രോ ഗ്രെയിൻസ് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുക്കിംഗ് ടൈം ആയി. പിന്നെ നമ്മൾ മുട്ടയോ മറ്റെന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ജസ്റ്റ് ഒന്ന് അതൊന്ന് സോട്ട് ചെയ്ത് ചിക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. 3 മിനിറ്റ്സ് ആണ്, 2 to 3 മിനിറ്റ്സ് ആണ് നമ്മുടെ ഈ മൈക്രോ ഗ്രെയിൻസിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് വളരെ ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഫൈനായിട്ട് അരിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ, മുട്ടയിട്ട് ചിക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അരിഞ്ഞിട്ടാലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ കറി ലീവ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീര പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. അതിനുശേഷം മുട്ടയിട്ട് ചിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും മൈക്രോഗ്രെയിൻസിൽ ഒരു 4 പിടി മൈക്രോഗ്രെയിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മെമ്പേഴ്സൊക്കെ ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 to 4 മെമ്പേഴ്സുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തേക്കുള്ള മൈക്രോഗ്രെയിൻസ് ഇതിൻ്റെ ഉപ്പേരി എന്ന് പറയുന്നത് ഇത് ധാരാളമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ ഒക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നോക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചീരനേക്കാളൊക്കെ ഒരുപാട് ബെറ്ററാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത്. ടേസ്റ്റിലും വളരെയധികം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റും കടയിൽ നിന്ന് മേടിക്കുന്ന ചീരയുടെ ടേസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പതിയെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് കട്ടിയായിട്ട് മുട്ട വരുന്നത് കാണുമ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക കേട്ടോ. ഇതും ഒരു 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നും കൂടി പറയാം. ഞാനിവിടെ 2 പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. സോ ഞാൻ 2 കിണ്ണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 കിണ്ണത്തിലും അത്യാവശ്യം ഒരു ചെറിയൊരു 2 ലെയറായിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സീഡ്സ് എടുക്കുമ്പോൾ ഏകദേശം ഒരു ഓവർനൈറ്റ് നമ്മളത് വെള്ളത്തിലിട്ട് വെക്കുക സീഡ്സ്. അതിനുശേഷം ഒന്ന് രാവിലെ എടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ആകുമ്പോഴേക്കും നമുക്കതൊന്ന് മുള വന്നിട്ടുണ്ടാവും. ഈ മുള വന്ന സീഡ്സ് നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്ക് വിതറി കൊടുത്തിട്ട് ജസ്റ്റ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ പ്രോസസ്സ് നമ്മൾ ഒരു രാവിലെയും വൈകിട്ടും എന്നുള്ള രീതിയിൽ ഒരു 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പരുവത്തിലെത്തിയിട്ടുള്ള മൈക്രോഗ്രെയിൻസ് ഒരു 7 ഡേയ്സിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഏത് സമയത്താണോ നമുക്ക് സമയം കിട്ടുന്ന ആ സമയത്തൊന്ന് ജസ്റ്റ് വാട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണുള്ള ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കിതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് തുണിയിൽ കെട്ടി വെച്ച വിത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ബാൽക്കണിയിലൊക്കെ വെക്കുമ്പോൾ പ്രാവ് വന്ന് കൊത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് അമ്മ അവിടെ ഉള്ളിൽ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എനിക്കും ഇതിനും കൂടി ബെറ്ററായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഓർമ്മ ഉണ്ടാവുക. നമ്മൾ ഇൻഡോറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ ഓർമ്മയുണ്ടാവും. അപ്പോൾ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും പിന്നീടും ഉണ്ടാക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ അതിനകത്ത് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഉപ്പേരി കേട്ടോ. അപ്പോൾ അമ്മയാണ് എനിക്ക് മെയിനായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ നാട്ടിൽ ഇതുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മ ഇവിടെ വന്നപ്പോൾ മാധവന് കൊടുക്കാൻ എന്നുള്ളതാണ് അമ്മ ഇത് ചെയ്തു തുടങ്ങി. ഇപ്പോൾ എനിക്കും ഇത് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഉലർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. അതുപോലെ തന്നെ ഒരു പപ്പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.